ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ചില കഥകളുണ്ടല്ലോ, ആ കഥകൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നും ആദ്യമായിട്ടാണല്ലോ ഇതുപോലൊരു കൺസെപ്റ്റില് ഒരു കഥ കേൾക്കുന്നത്. ആ ഒരു സ്റ്റോറി വളരെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അതുപോലൊരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പക്ഷേ കഥയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഈ കഥ കേട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം നിങ്ങളുടെ മൈൻഡിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും കേട്ടോ. അതുപോലെ കുറച്ച് ദിവസം വല്ലാത്തൊരു സങ്കടവും എല്ലാം തോന്നും നിങ്ങളുടെ ഉള്ളിൽ. കാരണം ഈ കഥയുടെ ക്ലൈമാക്സ് അത്രത്തോളം ഹോണ്ടിങ് ആണ്. അപ്പൊ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഈ കഥയിലേക്ക് അങ്ങ് പോകാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഉണങ്ങി വരണ്ട ഒരു മരുഭൂമി പ്രദേശം കാണിക്കുകയാണ്. ഒറ്റപ്പെട്ട ആ ഒരു സ്ഥലത്തിലൂടെ ചെറിയൊരു കുട്ടി അങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. അതും ദേഹം മുഴുവൻ ഭയങ്കരമായ അഴുക്കുകളൊക്കെ ആയിട്ട്. അതുപോലെ അവന്റെ വായിൽ എന്തോ ഒന്നുണ്ട്. എന്തായാലും ആ വിഷ്വല് എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയില്ല, യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് വലിയ വിഷയം ഉണ്ടാവും. അതായത് ആ കുട്ടി വായിലിട്ടുകൊണ്ട് പോയിരുന്നത് ഒരു മനുഷ്യന്റെ വിരലായിരുന്നു. ഇത്രയും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചുകൊണ്ട് സിനിമ ആരംഭിക്കുകയാണ്. ഇതിനുശേഷം ഇതേ മരുഭൂമിയിലേക്ക് ഒരു കാറ് വന്നു നിൽക്കുകയാണ്. അതിനുള്ളിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവര് തൽക്കാലം നമുക്ക് സ്കോട്ട് എന്ന് വിളിക്കാം. സ്കോട്ടിന്റെ കയ്യിൽ ചില ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്തുകൊണ്ട് ആ ഒരു ചൂടുള്ള മരുഭൂമിയിലേക്ക് അവൻ ഒറ്റയ്ക്ക് വരികയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് മൊബൈലിന്റെ സിഗ്നൽ വരെയില്ല. ഇങ്ങനെയുള്ള ഇത്രയും ഒറ്റപ്പെട്ട ഈ മരുഭൂമിയിലേക്ക് എന്തിനായിരിക്കും സ്കോട്ട് വന്നിട്ടുണ്ടാവുക? എന്തായാലും 1 മണിക്കൂർ നടന്ന് അവനൊരു മലയുടെ മുകളിലേക്ക് ചെല്ലുകയാണ്. ഇതിനുശേഷം അവന്റെ ബാഗ് തുറന്ന് അതിനുള്ളിൽ നിന്നും ഒരു ക്യാമറയും ക്യാമറയുടെ സ്റ്റാൻഡും ഇതെല്ലാം എടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ വന്നാൽ ഇന്ന് നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം അതിന്റെ നല്ല വ്യക്തമായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ കഴിയും. അപ്പൊ ആ ഫോട്ടോ എടുത്ത് തിരിച്ചു പോകാനാണ് അവന്റെ പരിപാടി. ഏകദേശം ഒരു 4 മണിയായപ്പോഴേക്കും അവൻ പ്രതീക്ഷിച്ചതുപോലെ സൂര്യഗ്രഹണം സംഭവിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ അതിന്റെ ആ ഒരു ചിത്രം എടുക്കാനും പറ്റി. ഇനി ഇവിടെ നിന്നും 1 മണിക്കൂറോളം തിരിച്ചു നടന്നാൽ മാത്രമേ അവൻ ഇങ്ങോട്ടേക്ക് ഇറക്കി വിട്ട ആ ഒരു കാറുണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് സ്കോട്ട് ഒരു കരച്ചിൽ കേൾക്കുകയാണ്. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് സ്കോട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു മരം, അതിന്റെ നിഴലിലിരിക്കുന്ന ഒരു പയ്യൻ. അവൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്കോട്ട് ചെന്നിട്ട് എന്താ മോനെ എന്താ കാര്യം ചോദിച്ചപ്പോ ഞാൻ ഒറ്റയ്ക്കായി പോയി, എന്റെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അവരെങ്ങോട്ട് പോയിന്ന് എനിക്ക് അറിയുന്നില്ല. ഈ കുട്ടിയെ കണ്ടപ്പോ സ്കോട്ടിന് എന്തോ പാവം തോന്നുകയാണ് കേട്ടോ. നീ പേടിക്കണ്ട, എന്തായാലും അവരെ കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയണം. ഇതിനുശേഷം ആ ഒരു പയ്യനെ എഴുന്നേൽപ്പിച്ച് നേരെ സ്കോട്ട് നടക്കുന്ന കാറിന്റെ ആ ഒരു ഭാഗത്തേക്കാണ്, അതായത് അവൻ വന്ന ഭാഗത്തേക്ക്. എന്നാൽ ഈ പയ്യനാണെങ്കിലോ ഉൾ മരുഭൂമിയിലേക്ക്, അതായത് വീണ്ടും മരുഭൂമിയുടെ ഉൾഭാഗത്തേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ അങ്ങോട്ടേക്കാണ് അവൻ പോകുന്നത്. ഉൾഭാഗത്തേക്ക് അവൻ നടക്കുന്ന കാണുന്ന സമയത്ത് സ്കോട്ടിന് എന്തോ അവന്റെ പിന്നാലെ പോകാനൊരു പേടി തോന്നുകയാണ്. എന്നിരുന്നാലും ഒറ്റയ്ക്കിട്ട് പോകാൻ മനസ്സ് തോന്നില്ല. അതുകൊണ്ട് അവന്റെ പിന്നാലെ അങ്ങനെ പോകുന്നുണ്ട്. ചെറുക്കനാണെങ്കിൽ നടന്ന് കുറേ ദൂരം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവസാനം സ്കോട്ട് വന്നിട്ട് നീ അങ്ങോട്ടേക്ക് പോകുന്നത് ചോദിച്ചപ്പോൾ എന്റെ അച്ഛനും അമ്മയും അവർ ഈ ഭാഗത്തേക്കാണ് നടന്നു പോയതെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെള്ളമുണ്ടോ? വെള്ളം ഉണ്ടെങ്കിൽ താന്ന് പറഞ്ഞപ്പോൾ സ്കോട്ട് അവന്റെ ആ ഒരു വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞ പാട് തന്നെ ഇവൻ ആ ഒരു ബോട്ടിൽ താഴേക്കിട്ട് വീണ്ടും നടക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓടിച്ചെന്ന് നീ എങ്ങോട്ടേക്ക് പോകുന്നത്, എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ആ പയ്യന്റെ കയ്യിൽ പിടിച്ചപ്പോൾ ആ കൈ തട്ടി മാറ്റി ഒരു പ്രത്യേക രീതിയിൽ സ്കോട്ടിനെ നോക്കി ചിരിച്ച് അവൻ എങ്ങോട്ടോ പോവുകയാണ്. ഇനി എന്തായാലും ആ ഒരു ചെറുക്കന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. പുറത്തേക്ക് പോയാൽ പോലീസിനോട് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്താൽ മതിയല്ലോ. ഇതും വിചാരിച്ച് സ്കോട്ട് തിരിഞ്ഞ് നടക്കുകയാണ്. ഓൾറെഡി സമയം ഒരു ഇച്ചിരി വൈകിയായിരുന്നു കേട്ടോ. അതിന്റെ പുറമെ ഒരുപാട് ഉള്ളിലേക്ക് അവൻ വന്നു കഴിഞ്ഞു. തിരിച്ചു നടന്ന് ഇപ്പൊ രാത്രിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇനി എങ്ങോട്ടേക്ക് പോകണമെന്ന് സ്കോട്ടിന് യാതൊരു ഐഡിയ ഇല്ല. വഴി തെറ്റിപ്പോയി. പോരാത്തതിന് പകല് നല്ല ചൂടുള്ള ഈ ഒരു പ്രദേശം രാത്രി ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. അപ്പൊ ആ ഒരു തണുപ്പും കൂടി ആയപ്പോ സ്കോട്ട് പെട്ടുവെന്ന് പറയാലോ. പിന്നീട് ഒരു പാറയുടെ അടിയിൽ പോയി ഇരുന്നിട്ടാണ് ആ ഒരു തണുപ്പിൽ നിന്നും രക്ഷ നേടുന്നത്. അതുപോലെ തന്നെ അർദ്ധരാത്രി ആയപ്പോ ഈ ഒരു കൊടും മരുഭൂമിയിൽ ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കാണ്, അതും പാട്ട് പാടുന്നത് പോലെ. ആ ഭാഗത്തേക്ക് അവൻ ചെന്ന് നോക്കിയപ്പോ മരുഭൂമിയിൽ തന്നെ വലിയൊരു താഴ്വര, അതിന്റെ അടിഭാഗത്ത് ചെറിയൊരു വീട് കാണുന്നുണ്ട്, അവിടെ വെളിച്ചവും കാണുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ആ ഒരു ശബ്ദം കേട്ടത്. അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഒരു ഇരുമ്പിന്റെ ഗോവണി ഉണ്ടായിരുന്നു, അതുവഴി അവൻ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഏണിയില്ല, പകരം ഈ കയർ കൊണ്ടുണ്ടാക്കുന്ന ഏണി ഉണ്ടല്ലോ അങ്ങനെയൊന്നാണ്. അതും പിടിച്ച് അവൻ താഴേക്ക് ഇറങ്ങി നേരെ ആ ഒരു വീട്ടിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കുറെ നേരം വാതിൽ മുട്ടുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. എത്ര നേരം മുട്ടിയിട്ടും യാതൊരു മറുപടി ഇല്ലാത്തതുകൊണ്ട് അവൻ ആ ഒരു വാതിൽ തുറന്ന് ഉള്ളിലേക്ക് പോയപ്പോ താണ്ടെ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നു. കാണാൻ തന്നെ നല്ല സുന്ദരിയാണ്, എന്നാൽ അവരെ കാണുമ്പോൾ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അവര് കണ്ടപാട് തന്നെ ഇപ്പൊ സ്കോട്ട് പറയാണ്, എനിക്ക് വഴി തെറ്റിപ്പോയി, എനിക്കൊന്ന് ഫോൺ വിളിക്കാൻ അവിടെ ഫോൺ ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി അതേതാന്ന് നിങ്ങൾക്ക് അറിയോ? ഇങ്ങനെ ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ടെങ്കിലും യാതൊരു മറുപടിയില്ല. വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോഴും മറുപടിയില്ല. ഇനിയിപ്പോ ഇവർക്ക് ചെവി കേൾക്കാൻ കഴിയില്ലേ? എന്നാൽ ആ ഒരു സമയത്ത് ഈ സ്ത്രീ ചോദിച്ചതിനല്ലാതെ മറ്റൊരു കാര്യത്തിന് മറുപടി പറയാണ്, നിങ്ങൾക്ക് ഫുഡ് വേണോ, ഭക്ഷണം വേണോ, ദാ അവിടെ വന്നിരിക്കും, ബാഗ് വേണമെങ്കിൽ ആ ഒരു സൈഡിൽ വെച്ചോ. അതായത് ഈ വീട്ടിൽ മുന്നേ വന്ന ഒരാളെ പോലെ നല്ല രീതിയിൽ നമ്മുടെ സ്കോട്ടിനെ ആ ഒരു ലേഡി ട്രീറ്റ് ചെയ്യാണ്. പിന്നീട് ഒരു പാത്രത്തിൽ ഇച്ചിരി ഭക്ഷണം എടുത്തുകൊണ്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. നല്ല വിശപ്പുണ്ട്, ക്ഷീണുണ്ട്. എന്നിരുന്നാലും സ്കോട്ട് ആ ഒരു ഭക്ഷണം കഴിക്കാതെ അവിടെ ഉണ്ടായിരുന്ന വെള്ളം മാത്രം കുടിച്ച് വീണ്ടും ചോദിക്കുകയാണ്, ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി അതെങ്ങനെയാ എന്ന ഈ ചോദ്യത്തിന് മാത്രം ആ സ്ത്രീ മറുപടി പറയുന്നില്ല. അവര് പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടന്നോ, റെസ്റ്റ് എടുത്തിട്ട് നാളെ പൊയ്ക്കുമെന്നാണ്. ഇതെന്ത് ഇവരിങ്ങനെ സംസാരിക്കുന്നത്? എന്തായാലും ക്ഷീണമുള്ളതുകൊണ്ട് അവൻ അവിടെ കിടക്കാന്ന് വിചാരിക്കുകയാണ്. അവൻ പോയി കിടന്ന ഉടനെ തന്നെ ആ സ്ത്രീയാണെങ്കിൽ അവരുടെ വസ്ത്രം മുഴുവൻ ഊരി മാറ്റുകയാണ്. ഇതെന്ത് ഇവർക്ക് ഭ്രാന്താണെന്ന് തോന്നുകയാണ് സ്കോട്ടിന്. കാരണം ഇത്രയും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാൾ വീട്ടിൽ വന്ന് കയറി, ഈ സ്ത്രീ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് സ്കോട്ട് ആലോചിക്കുന്നത്. എന്തായാലും ക്ഷീണമുള്ളത് കൊണ്ട് അവൻ പതിയെ മയങ്ങിപ്പോവാണ്. പിറ്റേ ദിവസം രാവിലെ
രാവിലെ ആയപ്പോ തന്നെ അവന്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്താണ് എവിടെയാണ് അവൻ വന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അവന് മനസ്സിലായി. ഇന്നലെ നോക്കിയപ്പോ ഒരു താഴ്വാരം മാത്രമായിരുന്നു ആ ഒരു സ്ഥലം. എന്നാൽ ഇതൊരു താഴ്വാരല്ല, വലിയൊരു കുഴിയാണ്. ആ കുഴിയുടെ താഴ്ഭാഗത്താണ് ഈ വീടുണ്ടായിരുന്നത്. രാത്രിയിൽ അത് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്തായാലും ചുറ്റും നോക്കുമ്പോൾ വളരെയധികം പൊക്കത്തിൽ അങ്ങനെ തിണ്ടുകിടക്കുകയാണ്. ശരി, ഇന്നലെ രാത്രി വന്ന ഒരു ഗോണി ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോവാം എന്ന് നോക്കുന്ന സമയത്ത് പാതി വഴി വരെ ആ ഒരു ഇരുമ്പിന്റെ ഗോവണിയുണ്ട്. പിന്നെ കയറുകൊണ്ട് ഒരു ഏണി ഉണ്ടായിരുന്നല്ലോ, ആ ഏണി ഇപ്പൊ അവിടെ കാണാനില്ല. കുറെ നേരം അവിടെ ഇവിടെയൊക്കെ നോക്കിയാട്ടോ, എവിടെയും ആ ഒരു സംഭവമില്ല. പിന്നീട് ക്യാമറ എടുത്തുകൊണ്ട് ആ ഒരു ഏരിയ മുഴുവനായിട്ടും അവൻ ചുറ്റി നടന്ന് കാണുകയാണ്. ശരിക്കും വളരെ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുകയാണ്. അതിന് പുറമെ അവിടുത്തെ ചുമരിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചില ചിത്രങ്ങളും കാണുന്നുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും ഫോട്ടോ എടുത്തുകൊണ്ട് അവൻ അതിലൂടെ നടക്കുന്ന സമയത്ത് ഇന്നലെ രാത്രി കണ്ട ഒരു സ്ത്രീ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നിട്ട് അവരുടേതായ ചില ജോലികൾ ചെയ്യാണ്. ആ സമയത്ത് സ്കോട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി അവിടെ ഒരു കോണി ഉണ്ടായിരുന്നില്ലേ, അത് എവിടെ ചോദിക്കുമ്പോൾ ഇവര് മറുപടി ഒന്നും പറയുന്നില്ല, എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കോട്ട് വേഗം ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു കോണി എവിടെയും ചോദിക്കുമ്പോൾ ആർക്കറിയാം, ചിലപ്പോഴൊക്കെ ആ ഒരു കോണി അവിടെ കിടക്കാറുണ്ട്, കുറച്ച് കഴിയുമ്പോൾ പിന്നെ വരുമായിരിക്കും. വളരെ എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള ഒരു മറുപടിയും കൊടുത്ത് അവർ വീണ്ടും വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. പിന്നീട് സ്കോട്ട് ഒന്ന് ചോദിച്ചിട്ടും ഒരു മറുപടി ഇല്ല. സ്കോട്ടിന് ഈ ഒരു സമയത്ത് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവരെ നോക്കി നിന്നിട്ട് കാര്യമില്ല, ഭയങ്കര കുത്തിനുള്ള ചെരിവൊന്നുമല്ലല്ലോ, അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ചുമരാണ്, അതിൽ പിടിച്ചങ്ങ് കയറാന്ന് വിചാരിച്ച് അവൻ നേരെ അതിന്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്നാൽ ദൂരെ നിന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല ആ ഒരു പാറക്കഷ്ണങ്ങൾ. അവിടെ നിന്നും ഒരു 2 മീറ്റർ ഹൈറ്റിലേക്ക് വരെ അവനെ കൊണ്ട് കയറാൻ കഴിയുന്നില്ല. കുറെ നേരം ശ്രമിച്ചു കേട്ടോ, അവസാനം ഭ്രാന്ത് പിടിക്കാണ്, ദേഷ്യം കൊണ്ട് അലറി വിളിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, ആകെ ടയേർഡായി ടെൻഷനായി വീണ്ടും അങ്ങോട്ടേക്ക്, അതായത് ആ ഒരു വീടിനരികിലേക്ക് തന്നെ വരികയാണ്. അവിടെ ചെറിയൊരു പൈപ്പ് ഉണ്ടായിരുന്നു, ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് മുഖമെല്ലാം കഴുകുന്നുണ്ട്. ഈ സമയത്ത് ആ സ്ത്രീ വീണ്ടും അങ്ങോട്ടേക്ക് വന്നിട്ട് ഷർട്ട് വേണമെങ്കിൽ ഊരി തന്നോ കേട്ടോ, ഞാൻ അലക്കി തരാന്ന് പറയാം. എനിക്കതൊന്നും ചെയ്തു തരണ്ട, വഴി എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അത് മാത്രം പറഞ്ഞു തന്നാൽ മതി. എന്നാൽ ഇതിനുള്ള മറുപടി ഒന്നും കൊടുക്കാതെ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഈ കാര്യമൊക്കെ ചെയ്തു തരില്ലേ. ഈ സമയത്ത് സ്കോട്ട് പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ശരി, എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ ആ ഒരു വസ്ത്രം താ, ഞാൻ അത് അലക്കി തരാന്ന് പറയാണ്. എന്ത് ഇവരിങ്ങനെയെന്ന് വിചാരിച്ച് എന്തായാലും പിന്നീട് അവസാനം സ്കോട്ട് അവന്റെ ഷർട്ട് ഊരി കൊടുക്കാണ്. അവരത് അലക്കുന്നുണ്ട്. പിന്നെ അന്ന് വേറെ രക്ഷയില്ല, വൈകുന്നേരമായി, പിന്നെ രാത്രിയായി. ആ ദിവസവും അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. രാത്രിയായപ്പോൾ വീണ്ടും ആ ഒരു സ്ത്രീ അവരുടെ വസ്ത്രം മുഴുവൻ അവിടെ വെച്ച് അഴിച്ചു കളയാണ്. യാതൊരു നാണവും മാനും അവർക്കില്ല കേട്ടോ. അതുപോലെ കിടന്നുറങ്ങിയ സമയത്ത് ചില ശബ്ദങ്ങൾ കേട്ട് സ്കോട്ട് പുറത്തേക്ക് വരികയാണ്. ആരൊക്കെയോ ഓടുന്നത് പോലെയുള്ള ശബ്ദമാണ് അവൻ കേട്ടത്. മാത്രമല്ല ആ ഒരു സമയത്ത് അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭീതി വരികയാണ്. നാളെ രാവിലെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി നോക്കണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഈ കമ്പി കഷ്ണവും അതുപോലെ തന്നെ കയറിന്റെ കഷ്ണവും ഇതൊക്കെ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് അത് സംഘടിപ്പിക്കാനുള്ള ആ പരിപാടിയിലാണ് അവനിപ്പോ. എന്നാൽ പ്രത്യേകിച്ച് ഒന്നും അവൻ അവിടെ നിന്ന് കിട്ടുന്നില്ല. കുറച്ച് കയറും കഷ്ണവും അതുപോലെ തന്നെ 2 കമ്പി കഷ്ണവും കിട്ടുന്നുണ്ട്. ഇത് വെച്ച് എന്ത് ചെയ്യാനാ? പക്ഷെ ഒരു ചുറ്റിക കിട്ടിയാട്ടോ, ഒരു ഭാഗം ഷാർപ്പായിട്ടുള്ള അതുപോലെ തന്നെ മറ്റേ ഭാഗം അടിക്കാൻ പറ്റുന്ന ആ ടൈപ്പ് ചുറ്റിക ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് അവനൊരു പരിപാടി കാണിക്കുന്നുണ്ട്. ഈ പാറയിൽ അടിച്ചടിച്ച് ഓട്ടയുണ്ടാക്കിയിട്ട് അവിടെ ചവിട്ടി അങ്ങനെ പയ്യെ ഇന്നലെ കയറിയതിനേക്കാൾ കുറച്ച് ഹൈറ്റിലേക്ക് അവന് കയറാൻ പറ്റി. എന്നിരുന്നാലും ഇനി അടുത്ത ഘട്ടം ആ ചെരിഞ്ഞ ഭാഗമൊന്നും ഇതുപോലെ കയറി പോകാൻ പറ്റില്ല എന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പൊ ആ ഒരു ടെൻഷനും ഉള്ളിലുണ്ട്. ഇതേ നേരം മുകളിൽ നിന്നും എന്തോ ഒരു സാധനം താഴേക്ക് വീഴുന്നത് കണ്ടു. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവൻ പേടിച്ചു പോയി, പിടുത്തം വിടുകയാണ്. ആ ഹൈറ്റിൽ നിന്നും അവൻ നേരെ താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ അവന്റെ ബോധം പോവാണ്. പിന്നീട് ബോധം വരുന്നത് രാത്രിയാണ്. രാത്രി ബോധം വന്ന് നോക്കുമ്പോൾ ഈ കാലിന്റെ മുട്ടുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് അവൻ കൊണ്ടുപോയ ആ ഒരു ചുറ്റിക അതങ്ങനെ തുളച്ച് കയറി കിടക്കുകയാണ്. നന്നായിട്ട് വേദനയാവുന്നുണ്ട്. അപ്പൊ അവന്റെ കരച്ചിൽ കേട്ട ആ ഒരു സ്ത്രീ വന്നിട്ട് വേഗം തന്നെ ആ ചുറ്റിക ഊരിയെടുക്കുകയാണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന വേദന കാരണം ഉണ്ടല്ലോ അവന്റെ ആ ഒരു ബോധം നഷ്ടാവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ വീണ്ടും ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ. പക്ഷെ കാലിന് വയ്യാനിട്ട് കൂടി അവൻ അവിടെ കിടക്കാൻ കഴിയുന്നില്ല. വേഗം വീട്ടിന്റെ പുറത്തേക്ക് വരികയാണ്. ആ സ്ത്രീയെ കാണുന്നുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നത്, നിങ്ങൾ ആരാ, എനിക്ക് പോണം, ഇതൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും ആ സ്ത്രീ ഇതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് തീരെ വയ്യ, കാലിന് വയ്യാതെ കിടക്കണം, ഉള്ളിൽ പോയിട്ട് കിടന്നോന്ന് പറയാണ്. ഈ സമയത്ത് അതൊന്നും കേൾക്കാതെ സ്കോട്ടിപ്പോ ചുറ്റും നോക്കിയിട്ട് അലറി വിളിക്കുകയാണ്, ആരെങ്കിലും ഇവിടെ ഉണ്ടോ, ഒന്ന് രക്ഷിക്കാൻ, ഇങ്ങോട്ട് വാ വാന്ന് പറഞ്ഞിട്ട് വിളിക്കല്ലാതെ ആരും വിളി കേൾക്കുന്നില്ല. അങ്ങനെ അവന്റെ ആ ഒരു എനർജി തീർന്നു പോയി എന്ന് പറയാലോ. ആ സമയത്ത് ആ സ്ത്രീ വീണ്ടും വന്ന് അവനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, വാ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു പറഞ്ഞപ്പോ ഇപ്പൊ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് സ്കോട്ട് പറയാണ്, എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ വെച്ച് എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്, സത്യം പറ, നീ ആരാണ്, എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടുന്ന് പോണം, സത്യം പറ, നീ എന്താ എന്നെ ചെയ്തത്, എല്ലാത്തിനും കാരണക്കാരി നീയാടി, നീ എന്താടി എന്റെ മേത് ചെയ്യുന്നത്, സത്യം പറയാന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിക്കുമ്പോൾ ആ സ്ത്രീക്കും ദേഷ്യം വരികയാണ്. അവരിപ്പോ ഒന്നും മിണ്ടാതെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ മുട്ടിന്റെ ആ ഒരു വേദന അതുപോലെ തന്നെ ക്ഷീണം, ടെൻഷൻ, ഡിപ്രഷൻ ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയായിട്ട് അവൻ അവിടെ ഇപ്പൊ ഇരുന്ന് പോകുന്നുണ്ട്. ആ സമയത്താണ് മുകളിലൂടെ ആരോ ചില ആൾക്കാർ നടക്കുന്ന ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് അവന്റെ മുഖത്തൊരു ചിരി വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഓടിച്ചില്ലാണ്, ആരെങ്കിലും മുകളിലുണ്ടോ, ഒന്ന് സഹായിക്കുമെന്ന് വീണ്ടും ഉറക്കൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്തുണ്ട് ഒരു ചെറുക്കൻ വന്നിട്ട്, ആരാ, എന്താ വേണ്ടേന്ന് ചോദിക്കുന്നത്. കണ്ട പാട് തന്നെ സത്യം പറയാലോ സ്കോട്ടിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. മോനെ, എങ്ങനെയെങ്കിലും ചെന്നിട്ട് ആരോടെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ നീ പോലീസിനോട് ചെന്ന് പറ, ഇങ്ങനെ ഒരാൾ ഇവിടെ പെട്ട് കിടക്കുന്നുണ്ട്, ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ. എന്നാൽ ആ പയ്യൻ പറയാണ്, എന്തിനാ പോലീസിനെ വിളിക്കുന്നത്, ഞാനൊരു കയർ അങ്ങോട്ടേക്ക് ഇട്ട് തന്നാ പോരെ. ആ മതി കയർ ഇട്ട് തന്നാ മതി എന്ന് പറയാണ്. എന്നാൽ അതിന് മുന്നേ അങ്കിളിന് ഇഷ്ടപ്പെട്ട കളർ അത് ഏതാണെന്നൊന്ന് പറയോ. എന്തിനാ മോനെ അതൊക്കെ ഇപ്പോ, നീ ഒരു കയർ ഇട്ടുക എന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ല അങ്കിളെ, ഏതാണ് ഇഷ്ടപ്പെട്ട കളർ അതൊന്ന് പറഞ്ഞേ. ഈ
സമയത്ത് ആ ഒരു വല്ലാത്ത ടെൻഷനിലായിട്ട് സ്കോട്ട് പറയണ മോനെ ചുവപ്പ് കളർ ഇനിയെങ്കിലും ആ ഒരു കയറൊന്ന് ഇട്ട് കാണാം. ആ സമയത്ത് കയറ് താഴെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്കോട്ട് അതിൽ അവന്റെ ദേഹം അരയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അങ്ങനെ നിന്ന സമയത്ത് പതിയെ പതിയെ മുകളിൽ നിന്നും ആ ഒരു കയറങ്ങനെ വലിക്കുകയാണ് കേട്ടോ. സത്യം പറയാൻ അവന്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി. രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ പതിയെ പതിയെ മുകളിലേക്ക് അങ്ങനെ കയറി പോകുന്ന കയറ് ഒരു ഘട്ടത്തിൽ അനങ്ങാതെയായി. അതായത് ആ ഒരു കുഴിയുടെ ഒത്ത നടുവിലായിട്ട് അവനങ്ങനെ നിൽക്കുകയാണ്. കുറെ നേരം മുകളിലുള്ള ആ പയ്യനെ അവൻ വിളിക്കുന്നുണ്ട്, മോനെ വലിക്കടാ, രക്ഷപ്പെടുത്തുക. കുറെ നേരം ഇങ്ങനെ പറയല്ലാതെ യാതൊരു മറുപടിയില്ല. അങ്ങനെ സമയം പോകെ 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 ക്ഷീണം കൊണ്ട് അവൻ മയങ്ങിപ്പോവാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ആ ഒരു കയറ് പിടിച്ച് അവന് കയറി പോയിക്കൂടെ എന്ന്. അതിനുള്ള ആരോഗ്യമൊന്നും അവനിപ്പോ ഇല്ല. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന്റെ മുഖത്തേക്ക് ഇച്ചിരി വെള്ളത്തിന്റെ തുള്ളികളാവുന്നുണ്ട്. പെട്ടെന്ന് അവൻ കണ്ണു തുറക്കുകയാണ്. നോക്കുമ്പോ എന്താ, മുകളിൽ നിന്നും കുറച്ചധികം പിള്ളേര് അവന്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കുകയാണ്. ആ വെള്ളമായിരുന്നു അത്. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ അവന് വഴി തെറ്റിച്ച് ഈ കാട്ടിലേക്ക് കൊണ്ടുവന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, കാടല്ല മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു പയ്യനും അവിടെയുണ്ട്. എല്ലാം കൂടി ഒരുമാതിരി ഒരു സൈക്കോകൾ എന്ന് പറയാം. ഇതുപോലെ ഇത്രയും ഹൈറ്റിൽ പെട്ടുകിടക്കുന്ന നമ്മുടെ ഈ ഒരു സ്കോട്ടിനെ നോക്കിയിട്ട് എല്ലാം കൂടെ കളിയാക്കി ചിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും പുറമെ ഇവന്മാരുണ്ടല്ലോ ആ കയറ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ സ്കോട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഇങ്ങനെ വന്ന് പെടാൻ വേണ്ടി ഞാൻ എന്ത് പാപം ചെയ്തു ദൈവമേ എന്ന് വിളിച്ചു പോവുകയാണ് അവന്. അതുപോലെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം കരഞ്ഞപ്പോൾ ആ വിളി താഴെയുള്ള ആ ഒരു സ്ത്രീ കേൾക്കാണ്. അവള് വന്നിട്ട് മുകളിലുള്ള ആ ഒരു പിള്ളേരെ ഏതോ ഒരു ഭാഷയിൽ ചീത്ത പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ പിള്ളേരെ ആ ഒരു കയറിന്ന് പിടുത്തം വിടുന്നുണ്ട്. അപ്പം തന്നെ സ്കോട്ടിന്റെ തല വന്ന് ആ ഒരു പാറയിൽ ഇടിക്കുകയാണ്. അവന്റെ ബോധം പോയി എന്ന് പറയാലോ. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ താഴെ ആ സ്ത്രീയുടെ അരികിലാണ് അവനിപ്പോൾ ഉള്ളത്. ഒന്നും മനസ്സിലാവാതെ സ്കോട്ട് ചോദിക്കാണ്, ദയവ് ചെയ്ത് പറ, ഏതാണ് ആ കുട്ടികൾ? അവൻ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്ക് മുകളിലേക്ക് പോകാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ? അല്ല, നിങ്ങൾ ആ കുട്ടികളോട് എന്താ പറഞ്ഞത്? ആ സമയത്ത് ആ സ്ത്രീ പറയാണ്, അത് പിന്നെ അവരങ്ങനെയാണ്, പോവാൻ പറഞ്ഞ അങ്ങ് പൊയ്ക്കോളും. ചില സമയത്ത് അവന്മാർക്ക് പ്രാന്താണ്, എന്ത് പറഞ്ഞാലും കേൾക്കൂല. അതിനർത്ഥം അവന്മാരെ നിങ്ങൾക്ക് നല്ലോണം അറിയാമെന്നല്ലേ? നിങ്ങൾ അപ്പൊ ഇവിടെ കുറെ ദിവസമായിട്ട് പെട്ടുകിടുകയാണോ? ദയവ് ചെയ്ത് പറ, ഇവിടെ എന്ത് ഈ സംഭവിക്കുന്നത്? ഈ സമയത്ത് ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, എല്ലാം ക്ഷമിച്ചാൽ മതി, പോകെ പോകെ എല്ലാം ശരിയായിക്കോളും. അതായത് സ്കോട്ടിനോട് പറയുന്നത്, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂല, പതിയെ പതിയെ ഇത് ശീലമായിക്കോളും എന്നാണ്. നിവൃത്തികേട് കൊണ്ട് തളർന്നു പോയ ആ ഒരു മനുഷ്യൻ അവിടെ കിടന്ന് മുകളിലേക്ക് നോക്കി കരയാണ്. ആ നേരത്ത് ആ പിള്ളേരുണ്ടല്ലോ, എല്ലാത്തിന്റെയും മുഖം ഒരുമാതിരി നരഭോജികളെ പോലെയാണ്. എന്തോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അപ്പൊ താഴെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന സ്കോട്ടിനെ നോക്കി ഇവന്മാര് വല്ലാത്തൊരു ചിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. സ്കോട്ടിന്റെ താടിയെല്ലാം ഒരു ഇച്ചിരി വളർന്നിട്ടുണ്ട്. അതിനർത്ഥം ഏകദേശം ഒരു 10-15 ദിവസമായി ഈ ഒരു കുഴിയിൽ അവൻ പെട്ടുപോയിട്ട് പതിയെ പതിയെ ആ ഒരു പണ്ടത്തെ ആ ഒരു പേടിയെല്ലാം മാറി ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഇവിടുത്തെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അവൻ അഡാപ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെയാണ് ആ ഒരു സ്ത്രീയും. അവർക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും ഈ ഒരു കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് കാലം എടുത്ത് അവർ ഈ രീതിയിൽ അഡാപ്റ്റ് ആയതായിരിക്കും. പിന്നീട് നമ്മുടെ സ്കോട്ട് ആ സ്ത്രീയുമായിട്ട് കുറച്ചൊന്ന് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ അവളാണെങ്കിൽ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. പോരാത്തതിന് നമ്മുടെ സ്കോട്ടിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതായത് അവന് വേണ്ട കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു പഴയ ഇരുമ്പിന്റെ പെട്ടി അവിടെ ഉണ്ടായിരുന്നു. അത് തുറന്ന് ഒരു ബനിയൻ എടുത്ത് അവന് കൊണ്ടേ കൊടുത്ത്, ഇത് നിനക്ക് കുറച്ച് ലൂസാ, ഞാൻ സെറ്റാക്കി തരാം. അതായത് ഒരു ഭാര്യ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ ആ സ്ത്രീ സ്കോട്ടിനെ നോക്കുകയാണ്. എന്നാൽ സ്കോട്ട് പറയണം, എനിക്കിതൊന്നും വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള കാര്യം നോക്കാം. എന്നാൽ എന്തോ അതിന് പറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ടായിരിക്കും ആ സ്ത്രീ ഇങ്ങനെ പറയുമ്പോൾ യാതൊരു മൈൻഡും കാണിക്കുന്നില്ല. എന്നാൽ രാവിലെ ആയിക്കഴിഞ്ഞ് പകലായിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വന്നാൽ ഒരേ ഒരു ചിന്തയെ സ്കോട്ടിനുള്ളൂ, എങ്ങനെ രക്ഷപ്പെടാം, ആ ഒരു കാര്യം മാത്രം. മാത്രമല്ല അവന്റെ കയ്യിൽ കുറച്ച് വിത്തൊക്കെ അവിടെ നിന്ന് കിട്ടുകയാണ്. അത് അവിടുത്തെ ആ ഒരു മണ്ണിൽ അവൻ നടുന്നുണ്ട്. ഇതേ നേരം മുകളിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോൾ കയറ് കെട്ടി ചില സാധനങ്ങൾ താഴോട്ട് ഇറക്കുകയാണ്. ഇതെന്താന്ന് സ്കോട്ടിന് മനസ്സിലായില്ല. എന്ന് അങ്ങോട്ടേക്ക് വന്ന ആ ഒരു സ്ത്രീ ആണെങ്കിൽ വളരെ കൂളായിട്ട് തന്നെ അതെടുത്തോണ്ട് അവിടുന്ന് പോവാണ്. അതായത് വല്ലപ്പോഴൊക്കെ കിട്ടുന്ന റേഷൻ ഉണ്ടല്ലോ, അതുപോലെ എന്തോ ആണ്. അപ്പൊ ആ ഒരു പെട്ടിയിൽ ഒരു കോഴി, അതുപോലെ തന്നെ കുടിക്കാനുള്ള വൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തിനാ അവരിങ്ങനെ ഭക്ഷണം തരുന്നത്? എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും അവരുടെ സ്ഥിരം പരിപാടി, ഇതിനെക്കുറിച്ചൊന്നും യാതൊന്നും അവർ പറയുന്നില്ല. പോരാത്തതിന് കുടിക്കാൻ അവർ ഈ ഒരു വൈന് തന്നില്ലേ, അത് നന്നായിട്ട് കുടിക്കുന്നു പറയണം. ഇതിനുശേഷം ആ ഒരു കോഴിയെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ കഴുത്തും വെട്ടി രാത്രിയായപ്പോൾ അത് വെച്ചൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ആ ഒരു ലൈഫ് അവർ ശരിക്കും അതിനോട് അങ്ങോട്ട് ഇണങ്ങി ചേർന്നു എന്ന് പറയാം. എന്നാൽ അതുപോലെ നമ്മുടെ സ്കോട്ടിന് പറ്റുന്നില്ല. രാത്രി ആ ഒരു ചിക്കൻ വെച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് നന്നായിട്ട് തന്നെ ആ ഒരു സ്ത്രീ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അതുപോലെ കഴിക്കാൻ സ്കോട്ടിന് പറ്റുന്നില്ല. അതുപോലെ നേരത്തെ കിട്ടിയ ഒരു മദ്യം ഉണ്ടല്ലോ, അത് നന്നായിട്ട് കുടിച്ചത് കൊണ്ട് തന്നെ അവന്റെ ബോധമൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. കള്ള് കുടിക്കാത്ത സമയത്ത് ഈ സ്ത്രീയോട് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചതും പെരുമാറിയതൊക്കെ. എന്നാൽ കിക്ക് തലയിൽ കയറിയപ്പോൾ ഇവരോരോന്ന് വിളിക്കാൻ തുടങ്ങി, നിനക്കൊക്കെ എന്താടി ഭ്രാന്താണോ? ആ പിള്ളേരുടെ വാക്കും കേട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. ഈ നേരത്ത് പുറത്തു നിന്നും ശബ്ദം കേൾക്കാണ്. അതായത് പിള്ളേർ ഓടിപ്പോകുന്ന ആ ഒരു ശബ്ദം. അത് കേട്ടപാടിനെ പുറത്തേക്ക് വന്നിട്ട് അവരെ 4 തെറി വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, പുറത്തേക്ക് പോണ്ട, ഈ സിറ്റുവേഷനിൽ ഉള്ളിൽ തന്നെ നിൽക്കുന്നതാണ് സേഫ്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ സ്കോട്ട് ഒരു കോടാലി എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് അവന്മാരെ വെല്ലുവിളിക്കാണ്, എന്റെ കയ്യിലെങ്ങാനും നിങ്ങളെ കിട്ടിയ വെട്ടി നുറുക്കി കളയട ഞാൻ. എന്നാൽ ഇതേ നേരം തന്നെ ആ ഇരുട്ടിലൂടെ ആ പയ്യന്മാർ ഓടി നടക്കുന്നുണ്ട്. ഒരാളെ പോലും ഒന്ന് തൊടാൻ വരെ സ്കോട്ടിന് പറ്റുന്നില്ല. ഇതേ നേരത്തെ തന്നെ ആ കൂട്ടത്തിൽ കുറച്ച് ആരോഗ്യമുള്ള ഒരുത്തൻ ഈ സ്ത്രീകളെ പോലെ മുടിയെല്ലാം ഇട്ട് വെറും ഒരു ജെഡ്ഡി മാത്രം ഇട്ട് ഓടി വന്ന് സ്കോട്ടിനെ തട്ടിത്തെറിപ്പിച്ചിട്ട് അവന്റെ ദേഹത്ത് കയറി അവൻ അമർത്തി പിടിക്കുകയാണ്. ഒന്ന് അനങ്ങാൻ വരെ സ്കോട്ടിന് കഴിയുന്നില്ല. ആ ഒരു സമയം ഉള്ളത് പറയാലോ, സ്കോട്ട് നന്നായിട്ട് പേടിച്ചു പോയി. അവന്മാര് പോയി
പോയ ഉടനെ തന്നെ ഓടി വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് കഥ കടക്കുന്നുണ്ട്. കിതച്ചു പോയി അവന്. ഈ സമയത്ത് ആ സ്ത്രീ ഉണ്ടല്ലോ സ്കോട്ടിനെ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ, എനിക്ക് പേടിയാവുന്നു. അവളങ്ങനെ പറഞ്ഞ പാടി തന്നെ സ്കോട്ട് എന്നിട്ട് ഒരു ആട്ടാട്ടുകയാണ്. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് നിനക്ക് പേടിയാവുന്നത്, നീ എന്താ വല്ല ടൂറിനും വന്നതാണോ? കുറെ അധികം പ്രാന്തം പിള്ളേര് നിന്നെ ഇവിടെ ഒരു അടിമയെ പോലെ പൂട്ടി വെച്ചിരിക്കുകയാണ്, നിനക്ക് അതൊന്നും വിഷയമില്ല. രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോഴാണ് നിനക്ക് പേടിയല്ലേ? അവന്റെ ആ ഒരു ടെൻഷൻ, ഡിപ്രഷൻ, എന്താ പറയാ, ലൈഫെല്ലാം ഇവിടെ കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നലാണ് എന്തൊക്കെയോ ആ ഒരു സ്ത്രീയോട് അവനങ്ങനെ പറഞ്ഞു പോയത്. പിന്നെ കരഞ്ഞ് ഒരു വഴിക്കായിട്ട് അവൻ ആ ഒരു ബെഡിൽ പോയിട്ട് ഷർട്ടെല്ലാം ഊരിയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്തിന് ആ ഒരു സ്ത്രീയാണെങ്കിൽ എപ്പോഴത്തെയും പോലെ അവരുടെ ആ ഒരു വസ്ത്രം മാറി വളരെ ന്യൂഡായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അവരെ പോയിട്ട് നമ്മുടെ ഒരു സ്കോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിക്കും എന്ന് ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് തന്നെ സംഭവിക്കുകയാണ്. അവരുടെ ഇടയിൽ ഒരു ഫിസിക്കൽ റിലേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ നേരത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്താണെന്ന് അറിയില്ല, എന്തോ എട്ടുകാലി വല പോലുള്ള എന്തോ ഒരു വിഷയം അവിടെ കാണിക്കുന്നുണ്ട്. സംതിങ് എന്തോ ഒന്ന് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ സ്കോട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി എന്തോ സംഭവിച്ചു എന്ന് ഉറപ്പാണ്. അപ്പൊ ആ ഒരു മദ്യത്തിന്റെ ലഹരിയിൽ എന്തൊക്കെ വ്യക്തമായിട്ട് സംഭവിച്ചു എന്ന് ഓർമ്മയില്ല, എന്നിരുന്നാലും എന്തൊക്കെയോ സംഭവിച്ചു എന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു വീടിന്റെ മുൻപിൽ വന്നിട്ട് അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ മുകളിൽ നിന്നും ആ ഒരു വീടിന്റെ ലോങ് ഷോട്ട് കാണിക്കുന്നുണ്ട്. മരുഭൂമിയിലെ വലിയൊരു കുഴി, ആ കുഴിയുടെ ഒത്ത നടുവിലായിട്ട് ആ ചെറിയ വീട്. അങ്ങനെ വീണ്ടും കുറച്ച് നാളുകൾ കഴിഞ്ഞു പോവാണ്. ഇപ്പൊ സ്കോട്ട് കുറച്ച് തൈകൾ നട്ടുവെച്ചായിരുന്നല്ലോ, അതെല്ലാം മുളച്ച് ചെറിയ ചെറിയ ചെടികളായിട്ടുണ്ട്. അതെല്ലാം അവനിങ്ങനെ പരിപാലിക്കുന്ന സമയത്ത് മുകളിൽ നിന്നും ഒരു പയ്യൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ബാക്കിയുള്ള സൈക്കോ പയ്യന്മാരെ പോലെ അത്ര പ്രാന്തി ഇവൻ ഇല്ലാതെ തോന്നും. അപ്പൊ സ്കോട്ടിനോട് ആ ഒരു പയ്യൻ നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോ ഇത് ഫാമിംഗ് ആണെന്ന് പറയാണ്. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയോ, നിങ്ങൾ പഠിച്ച ആളാണോ ചോദിക്കുമ്പോൾ അതെ, ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അങ്ങനെയാണെങ്കിൽ എനിക്കും പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണ്. ശരി, ഞാൻ നിനക്ക് പറഞ്ഞുതരാം, എന്നാൽ എനിക്കും ചില ഉപകാരങ്ങൾ ചെയ്തു തരുമെന്ന് ചോദിക്കുകയാണ്. അതായത് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളിയായിട്ട് സ്കോട്ട് ആ പയ്യനെ കാണുകയാണ്. അവൻ വേഗം തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബർ താഴെ കിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. നാളെ വേറെ എന്തെങ്കിലും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റ പോക്കാണ്. എന്തായാലും ഈ പയ്യൻ ഒരു പിടിവള്ളിയാണ്, അവനെ ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് സ്കോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി വീണ്ടും വീട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് അവിടെ ചുമരിലായിട്ട് ഒരു പഴയ മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് സ്കോട്ട് ഇപ്പൊ ആ ഒരു സ്ത്രീയോട് പറയുന്നുണ്ട്. അപ്പൊ അവള് പറയാണ്, ഇതാണ് ഫസ്റ്റ് മദർ എന്ന്. ഫസ്റ്റ് മദറോ? അതെന്താ? വല്ലാത്തൊരു ആശ്ചര്യം തോന്നിയിട്ട് അതെന്താ ഫസ്റ്റ് മദർ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതിരിക്കുകയാണ്. ആ, ഇപ്പൊ മനസ്സിലായി, ഇത് നിന്റെ മുത്തശ്ശി ആയിരിക്കുമല്ലേ? അപ്പൊ ചെറിയ പ്രായം മുതലേ നീ ഇവിടെ ഇങ്ങനെ പെട്ടുകിടക്കുകയാണല്ലേ? എന്നാൽ പ്രത്യേകിച്ച് ഒരു മറുപടിയും അവൾ പറയുന്നില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, തുടക്കം മുതലേ അവൻ എന്ത് ചോദിച്ചാലും പ്രത്യേകിച്ചൊന്നും പറയില്ലല്ലോ. അല്ല, നിന്റെ മുത്തശ്ശി എങ്ങനെയായിരുന്നു ആള് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു സ്ത്രീ പറയാണ്, അത് പിന്നെ എന്റെ മുത്തശ്ശിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, അതുപോലെ തന്നെ എന്റെ വയറ്റിലുള്ള ആ കുഞ്ഞിനോടും എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഇത് കേട്ടപാട് സ്കോട്ട് ഞെട്ടിപ്പോവാണ്. അവരുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛൻ അത് മറ്റാരുമല്ല, സ്കോട്ട് തന്നെയാണ്. അതുപോലെ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, ഈ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന് നീ പറയുന്നും വേണ്ട, അല്ലെങ്കിൽ ആ രീതിയിൽ നീ എന്നെ കാണും വേണ്ട, ഈ കുട്ടിയുടെ അച്ഛൻ നീ ആവണ്ട, എന്നാൽ ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും, എനിക്ക് അതിനെ നല്ല രീതിയിൽ നോക്കണം. എന്നാൽ ഈ ഒരു കാര്യം ഉണ്ടല്ലോ സ്കോട്ടിന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതും ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ ഇവിടെ വെച്ച് നോക്കുക, അവ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നാൽ ഒരു ഘട്ടത്തിൽ അവന് തോന്നി ഇതിപ്പോ കുറെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം. പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ പതിയെ അവളുടെ അടുത്തേക്ക് ഈ സ്കോട്ട് ചെല്ലുന്നുണ്ട്. അതായത് ഒരുപാട് നാളായിട്ട് അവൾ ഇവിടെ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇതുപോലെ ചിലപ്പോൾ ഇതെല്ലാം വളരെ സില്ലി ആയിട്ട് കണ്ട് കൂളായിട്ട് അവളിവിടെ ജീവിക്കുന്നത്. സോ അതുപോലെ അവളുടെ കൂടെ അങ്ങോട്ട് ഇണങ്ങി ജീവിക്കാന്ന് ഇപ്പൊ സ്കോട്ടും തീരുമാനിക്കുകയാണ്. എന്നാൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകും, ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഇപ്പൊ സ്കോട്ട് ഉള്ളത്. ആ സമയത്താണ് മുകളിൽ നിന്നും ഇന്നലെ കണ്ട ആ ഒരു പയ്യന്റെ വിളി കേൾക്കുന്നത്. നിങ്ങൾക്ക് തരാനായിട്ട് ഒന്നും എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, എന്നാലും എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് ആ ഒരു പയ്യൻ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സ്കോട്ട് അങ്ങോട്ടേക്ക് ചെന്ന് അവനോട് സംസാരിക്കുകയാണ്. അവനെ പരിചയപ്പെടുകയാണ്. അവന്റെ പേര് ലോപ്പസ് എന്നോ അങ്ങനെ എന്തോ ആണ്. ലോപ്പസേ, ഇതുപോലെ താഴെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോ നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യോ? ഞാൻ നിനക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഭക്ഷണ സാധനമൊക്കെ തരാൻ വേണ്ടിയിട്ട് ഒരു കയറ് താഴേക്ക് കെട്ടി ഇറങ്ങുന്നില്ലേ, അതുപോലെ ഒരു കയറും ഒരു കത്തിയും തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ചെറുക്കന്റെ മുഖം ഒന്ന് മാറുകയാണ്. അത് മനസ്സിലായ ഉടനെ തന്നെ സ്കോട്ട് പറയാണ്, മോനെ നോക്കടാ, ദാ ഈ സ്ത്രീ അവരിപ്പോ പ്രഗ്നന്റ് ആണ്, ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ വെച്ച് ഈ സ്ത്രീക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, അപ്പൊ മോനെ ആ ഒരു കയറിട്ട് തന്നാൽ എനിക്ക് മുകളിലേക്ക് വരാൻ പറ്റും, അതുപോലെ തന്നെ ഈ സ്ത്രീയെയും രക്ഷപ്പെടുത്താൻ പറ്റും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിന്നെയും കൂടെ കൂട്ടാം, പട്ടണത്തിൽ കൊണ്ടാവും, സ്കൂളിൽ ചേർത്താം. ഇങ്ങനെയെല്ലാം സ്കോട്ട് ആ ഒരു പയ്യനോട് സംസാരിക്കുന്ന സമയത്ത് അവനാകെ കൺഫ്യൂഷനിലാണ്. അതുപോലെ ഈ ഒരു കാര്യം ആ ഒരു സ്ത്രീയും നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ഭാവത്തിലാണ് അവൾ നോക്കുന്നത്. ചിലപ്പോ ഈ വഴിയൊക്കെ നേരത്തെ അവൾ നോക്കിയിട്ടുണ്ടാവും. എന്ന് ഈ സമയത്താണ് ഒരു വലിയ പയ്യൻ ഈ ചെറിയ ലോപ്പസിന്റെ അടുത്തേക്ക് വരുന്നത്. അവനെ പിടിക്കാണ്. എന്താടാ, നിനക്ക് ഇവൻ ഇഷ്ടമായോ എന്ന് ഉറക്കനെ ചോദിക്കുന്നുണ്ട്. ലോപ്പസും അവനെ കണ്ട് ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ സൈക്കോ കൂട്ടത്തിന്റെ നേതാവ് തോന്നുന്നു അവന്. പിന്നീട് അവര് ചെറുക്കനെയും പിടിച്ചുകൊണ്ട് ഇവനിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവൻ ഇവിടുന്ന് കൊണ്ടുപോകുവാണോ, പിന്നീട് സ്കൂളിൽ വിടാൻ പോവാണോ, എന്തൊരു കാര്യമുണ്ട്, ഇവൻ ഇവിടെ വിട്ട് വരാൻ പറ്റില്ല, ഇവൻ അതൊന്നും ഇഷ്ടമില്ലാന്നേ. ഇതും പറഞ്ഞ് ആ ഒരു ചെറുക്കനെയും പിടിച്ചുകൊണ്ട് ആ മുടി നീട്ടിയ പയ്യനുണ്ടല്ലോ അവിടുന്ന് പോവാണ്. ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് നമ്മുടെ ഈ ഒരു സ്കോട്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയി പോവാണ്. അങ്ങനെ രാത്രിയായി. അവര് വീട്ടിൽ ഫുഡെല്ലാം പാകം ചെയ്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു സ്ഥലത്ത് ഒരു അടിമയെ പോലെ പെട്ടുകിടക്കുക എന്നുള്ള ഭാവമൊന്നും ആ ഒരു സ്ത്രീക്കില്ല.
ഉണ്ടാക്കിയ ഭക്ഷണം നല്ല വൃത്തിയിൽ കഴിക്കുന്നുണ്ട്. ആ സമയത്ത് സ്കോട്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്, ഒന്നും തോന്നുന്നില്ലേ? അപ്പൊ ആ ഒരു സ്ത്രീ പറയാണ്, അല്ല ഇവിടുന്ന് പുറത്തു പോയിട്ട് ഇപ്പൊ എനിക്ക് എന്ത് കിട്ടാനാ, നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഈ സമയത്ത് സ്കോട്ട് പറയുന്നുണ്ട്, എന്ത് കിട്ടാനാണോ, ഫ്രീഡം, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയല്ലോ, ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമല്ലോ, എങ്ങോട്ടേക്ക് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമല്ലോ, കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവളെ വിവാഹം കഴിച്ച് നല്ലൊരു ഫാമിലി ആയിട്ട് കൂടെ ജീവിക്കാൻ പറ്റുമല്ലോ. എന്നാൽ ഇങ്ങനെയൊക്കെ സ്കോട്ട് പറയുന്ന സമയത്ത് അവളുടെ മുഖം ആകെ മാറിപ്പോവാണ്, കണ്ണെല്ലാം നിറയുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് സ്കോട്ടിന് മനസ്സിലായി അവൾക്ക് എന്തോ വിഷമായെന്ന്. വേഗം തന്നെ അവളുടെ അരികിൽ പോയിരുന്നിട്ട് അവന്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടല്ലോ, അതിൽ ഇപ്പോഴും കുറച്ച് ചാർജ് ഉണ്ട് കേട്ടോ. അതിൽ കുറെ വിഷ്വല് അവളെ കാണിക്കുന്നുണ്ട്. അപ്പൊ വരുന്ന വഴിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാറിൽ ആ ഒരു പാട്ട് അത് അതിൽ റെക്കോർഡ് ആയിട്ടുണ്ടാകും. അപ്പൊ അതൊന്നുകൂടെ വെക്കുമെന്ന് അവൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അതായത് ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള പാട്ടുകൾ കേൾക്കുന്നത്. അവൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. രണ്ടുപേരും ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് ഇപ്പൊ സ്കോട്ടിന് അവളോട് പാവം തോന്നുന്നുണ്ട്. ചെറുപ്പം മുതലേ ഇവിടെയാ തോന്നുന്നു. ഇതുപോലൊന്നും ഇതുവരെയായിട്ടും അവൾ കേട്ടിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ സ്കോട്ടിന്റെ മൈൻഡിലും ഒരു ഇച്ചിരി ഹാപ്പിനെസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ ലേഡി എന്നത്തെയും പോലെ തന്നെ ജോലി ചെയ്യാനായിട്ട് പുറത്തേക്ക് പോവാണ്. എന്നാൽ ഈ സ്കോട്ട് കേൾക്കുന്നത് അവരുടെ ദയനീയമായിട്ടുള്ള ഒരു കരച്ചിലാണ്. എന്തോ ഒന്ന് കണ്ടിട്ട് അവര് വല്ലാണ്ട് പേടിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ദയനീയമായിട്ട് കരഞ്ഞുകൊടുക്കുക. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ മൈൻഡിന് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് തന്നെ ഫീൽ ആവും. എന്തായാലും ശബ്ദം കേട്ട് സ്കോട്ടും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവനാകെ ഞെട്ടിപ്പോവാണ്. കാരണം ഈ കുഴിയുടെ മുകൾ ഭാഗത്തായിട്ട് ഇന്നലെ അവനെ ഹെൽപ്പ് ചെയ്ത ആ ഒരു ലോപ്പസ് എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ, അവനെ അടിച്ചു കൊന്ന് 4 ഭാഗത്തേക്കായിട്ട് അവൻ അങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് സ്കോട്ടും വല്ലാണ്ടായി പോകുന്നുണ്ട്, ഞെട്ടിപ്പോവാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സ്കോട്ടിനെ ആകെ കൺഫ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇവര് നെഞ്ചത്തടിച്ച് നിലത്തും തലവെച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ചെറുക്കൻ മരിച്ചതിന് ഇവരിങ്ങനെ കരയുന്നതെന്ന് സ്കോട്ടിന് മനസ്സിലാവുന്നില്ല. അതേ നേരം തന്നെ അവരിങ്ങനെ നിലവിളിച്ച് പറയുന്നുണ്ട്, നിങ്ങളെല്ലാം കൂടി എന്റെ മോനെ കൊന്നല്ലടാ, ചേട്ടന്മാര് ഒരിക്കലും അനിയന്മാരെ കൊല്ലില്ല എന്നൊക്കെ. ഇതും കേട്ട് മുകളിലുണ്ടായിരുന്ന ആ ഒരു പയ്യന്മാരുണ്ടല്ലോ അവിടുന്ന് തിരിഞ്ഞു പോവാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? സ്കോട്ടിന് ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ സമാധാനിപ്പിക്കാനായിട്ട് സ്കോട്ട് ഇപ്പൊ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ കരഞ്ഞുകൊണ്ട് എല്ലാത്തിനും കാരണക്കാരൻ നീയാടാന്ന് പറഞ്ഞിട്ട് സ്കോട്ടിന്റെ മുഖത്തേക്ക് നോക്കി ആ സ്ത്രീ ഒറ്റ തുപ്പലാണ്. എന്നിട്ട് പിന്നിലേക്ക് തള്ളിയിടുന്നുണ്ട്. എല്ലാത്തിനും കാരണക്കാരൻ നീയാന്ന് പറഞ്ഞിട്ട് ഒരു വടിയെടുത്ത് അവന്റെ തലക്ക് നോക്കി ഒരേറ്റ അടിയാണ്. ആ അടിയിൽ അവന്റെ ബോധം പോയിന്ന് പറയാലോ. ഈ ഒരു സംഭവത്തിന് ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ സ്കോട്ടിനെ കാണിക്കുകയാണ്. സ്കോട്ട് ഇപ്പൊ സാധാരണ അവസ്ഥയിലല്ല, ഒരു ഭ്രാന്തനെ പോലെ മുടിയും താടിയും എല്ലാം നീണ്ട് ഒരു ഭ്രാന്തനെ പോലെ ആയിട്ടുണ്ട്. പോരാത്തതിന് ഈ പട്ടികളെയൊക്കെ പൂട്ടിയിടുന്ന കൂടുണ്ടല്ലോ, അതുപോലൊരു കൂട്ടില് സ്കോട്ടിനെ വെച്ചിരിക്കുകയാണ്. ഒരുപാട് നാളായിട്ട് അവൻ ജീവിക്കുന്നത് ഈ കൂട്ടിലാണ് ഉള്ളത്. പറയുകയാണെങ്കിൽ സ്കോട്ടിന്റെ മാനസിക നിലയൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ചെറിയൊരു രീതിയിൽ ഒരു ഭ്രാന്തനെ പോലെ ആയിട്ടുണ്ട്. ദിവസത്തിൽ ഒരു നേരം മാത്രം അവന് ഭക്ഷണം കൊടുക്കും. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മുകളിൽ കാണുന്ന ആ പിള്ളേര്, ആ എല്ലാ സൈക്കോകളും ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ മക്കളാണ്. മാത്രമല്ല ആ ഒരു പ്രാന്തൻ ചെക്കന്മാര് ഇവരെവിടെ അടച്ചു വെച്ചതൊന്നുമല്ല, ഇവരായിട്ട് ഇവരുടെ ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കുന്നതാണ്. എന്നാൽ ഈ കാര്യമൊക്കെ പിന്നീടാണ് നമ്മുടെ ഈ ഒരു സ്കോട്ടിന് മനസ്സിലായത് കേട്ടോ. അതുപോലെ ആ ഒരു സ്ത്രീ ആണെങ്കിൽ ഇപ്പൊ ഗർഭിണിയാണ്, ഒരു 7-8 മാസമായിട്ടുണ്ടാവും. സ്കോട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൈൻഡൊക്കെ ആകെ മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടണം, പുറത്തു പോകണം, ആ ഒരു ചിന്തയൊന്നും ഇപ്പൊ ഇല്ലാതെ വന്നു. അങ്ങനെ വീണ്ടും കുറെ നാളുകൾ അങ്ങനെ കടന്നു പോവാണ്. അങ്ങനെ ഒരു ദിവസം സ്കോട്ട് മുകളിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. കണ്ടപാട് തന്നെ മനസ്സിലായി ഈ കൂട്ടത്തിലുള്ള ആളല്ല ഒരു പെൺകുട്ടി. എന്നാൽ ഉറക്കനെ അവളെ വിളിച്ച് സംസാരിക്കാൻ കഴിയോ? കൈ പുറത്തേക്കിട്ട് പരമാവധി പല സിഗ്നലും കൊടുത്ത് അവസാനം ആ ഒരു പെൺകുട്ടി ഇപ്പൊ സ്കോട്ടിനെ നോക്കുകയാണ്. ഒരു ഭ്രാന്തനെ പോലെ, ഒരു കാട്ടുവാസിയെ പോലെ തോന്നിക്കുന്ന സ്കോട്ടിനെ കണ്ട് അവൾ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ നോക്കുമ്പോൾ സ്കോട്ട് കൈകൊണ്ട് കാണിക്കുന്ന കണ്ടിട്ട് അവൾ വീണ്ടും അങ്ങോട്ടേക്ക് വന്ന് നോക്കുകയാണ്. പിന്നീട് മനസ്സിലായി പെട്ട് കിടക്കുകയാണ്. ഞാൻ എന്തായാലും പോലീസിനെ കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോഴാണ് ശരിക്കും അവന്റെ ആ ഒരു ഭ്രാന്തെല്ലാം മാറിയിട്ട് ഇനിയും ജീവിക്കാം, രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ അത് അവന് കിട്ടുന്നത്. അത് വലിയൊരു ഉന്മേഷം തന്നെയായിരുന്നു അവന്. പിന്നീട് ആ ഒരു പ്രതീക്ഷയില്, സന്തോഷത്തില് അവന്റെ ആ ഒരു മൈൻഡൊക്കെ ആകെ മാറി. അവൻ ചുറ്റും നോക്കുന്ന സമയത്ത് ഈ സ്ത്രീ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, നോർമലായിട്ട് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ നേരത്താണ് അവനെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം സംഭവിക്കുന്നത്. രക്ഷപ്പെട്ട് പോകാം, പിടിവള്ളിയായിട്ട് ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവള് പോയിട്ട് പോലീസിനോട് പറയും എന്നൊക്കെ ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയെ ഇവന്മാര് ആ സൈക്കോസ് പിടിച്ചിട്ടുണ്ട്. മുകളിൽ വെച്ച് നമ്മുടെ സ്കോട്ട് നിൽക്കെ അവളെ വളരെ ക്രൂരമായിട്ട് ഇവന്മാര് കൊന്നുകളയാണ്. ഇത് കണ്ട് പണ്ടുണ്ടായിരുന്ന അവന്റെ ആ ഒരു അഗ്രസീവ്നെസ് ഉണ്ടല്ലോ അതിപ്പോ പുറത്തേക്ക് വരികയാണ്. ആ ഒരു കൂട് തല്ലി പൊളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്ന ഇരുമ്പിന്റെ കൂടാണ് ഇത്, പൊളിയോ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൂത്തി മറിഞ്ഞ് വയലന്റ് ആയി കുറെ നേരം കഴിഞ്ഞപ്പോൾ ടയേർഡായി തളർന്ന് ഒരു മൂലയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. രാത്രിയായിട്ടുണ്ട്. രാത്രിയായ സമയത്ത് ഈ സ്ത്രീ ഉണ്ടല്ലോ അവരുടെ എല്ലാ മക്കളും താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവരവിടെ നിൽക്കുകയാണ്. സോ ഒരു വല്ലാത്ത ഭാവത്തിൽ ഇവന്മാര് നമ്മുടെ സ്കോട്ടിനെ നോക്കുമ്പോൾ സ്കോട്ട് തിരിച്ചും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ നിന്നും ഒരു പെൺകുട്ടി വന്നിട്ട് സ്കോട്ടിന് ഒരു പഴം കൊടുക്കുന്നുണ്ട്. നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ആ പഴം മേടിച്ച് അവൻ കഴിക്കുകയാണ്. അതോടുകൂടിയിട്ട് ഈ ഊട്ടിയിലൊക്കെ കിട്ടുന്ന മാജിക് മഷ്റൂം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അത് കഴിച്ച ഒരു അവസ്ഥയിലേക്ക് അവൻ വരുന്നുണ്ട്.
ഫുൾ ആയിട്ട് ഒരു ഹാലൂസിനേഷൻ, എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നത് പോലെ. അങ്ങനെ അവന്റെ തല ആകെ കറങ്ങി നിൽക്കുന്ന അതേ നേരം തന്നെ ആ സ്ത്രീയും അവരുടെ പിള്ളേരും ചേർന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു ചടങ്ങ് അവിടെ വെച്ച് ചെയ്യുകയാണ്. അതിന്റെ കൂടെ തന്നെ വലിയൊരു തീനാളുണ്ടാക്കിയിട്ട് അതിനു ചുറ്റും ഒരു പ്രത്യേക ഭാഷയിൽ സംസാരിച്ച് പാടി അവരതിന്റെ ചുറ്റും അങ്ങനെ നൃത്തം വെച്ച് നടക്കുകയാണ്. എന്തോ ഒരു കൾട്ട് ഗ്രൂപ്പാ തോന്നുന്നവര്. ഇതങ്ങനെ കണ്ട് ആ ലഹരിയിൽ അവസാന സ്കോട്ട് മയങ്ങി വീണു പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് അവന് ബോധം വരുന്നത്. ആ നേരം ചെറിയൊരു ബ്ലാങ്കറ്റുമായിട്ട് അവന്റെ അടുത്തേക്ക് ഈ സ്ത്രീ വന്നിട്ട് പറയണം, ഇത് നീ ഉപയോഗിച്ചോന്ന്. ആ സമയത്തുണ്ടല്ലോ സ്കോട്ട് ചോദിക്കുന്നുണ്ട്, എന്നോട് എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇപ്പൊ ഗർഭിണിയല്ലേ? ആ കുഞ്ഞിന്റെ അച്ഛനായിട്ട് ഞാൻ ഇവിടെ നിന്നോളാം. എനിക്ക് വേറൊന്നും വേണ്ട. നിന്റെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളെയും എന്റെ മക്കളെ പോലെ തന്നെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് സ്വാതന്ത്ര്യവും വേണ്ട, ഒന്നും വേണ്ട. ഈ കൂട്ടുന്ന എന്നൊന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടാൽ മതി. എനിക്ക് പുറം ലോകത്തേക്ക് പോവും വേണ്ട. അവിടുത്തെ സ്വാതന്ത്ര്യവും അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ യാത്രകളോ ഒന്നും എനിക്ക് വേണ്ട. നിന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ ജോലി എന്ന് പറഞ്ഞാൽ അത് സീഡിങ് മാത്രമാണ്. അതായത് ഈ സിനിമയുടെ പേരെന്താണ്? സീഡിങ്. അതിനർത്ഥം എന്താണ്? അവൾ ഉദ്ദേശം എന്താണ്? വിതക്കുക. വിതക്കൽ മാത്രമാണ് അവന്റെ ജോലി. എന്താണ് വിതക്കേണ്ടത്? ആ സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞുണ്ടാവാനുള്ള വിത്ത്. ആ ജോലി അവൻ ചെയ്തു കഴിഞ്ഞു. ഇനി അവനെ കൊണ്ട് യാതൊരു ആവശ്യമില്ല. ഈ കാര്യം സ്കോട്ടിനോട് ഈ സ്ത്രീ പറഞ്ഞ സമയത്ത്, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്? എന്നെ വിട്ടൂടെ എന്റെ ആവശ്യം കഴിഞ്ഞെങ്കിൽ? അപ്പൊ വീണ്ടും ആ ഒരു സ്ത്രീ ഒരു അർത്ഥം വെച്ചൊരു കാര്യം പറയുന്നുണ്ട്, എന്റെ കുഞ്ഞ് അവൻ ജനിക്കുന്നത് വരെയുള്ളൂ. ഒരർത്ഥം വെച്ച് മോനെ വെച്ച് പറയുന്നത് പോലെ സ്കോട്ടിന് അത് ഫീൽ ആയി കേട്ടോ. അപ്പൊ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നീ എന്നെ എന്താ ചെയ്യാ? വെച്ചോണ്ടിക്കോ അല്ലെങ്കിൽ കൊന്നുകളയോ? അവനിങ്ങനെ പലതും ചോദിക്കുന്നുണ്ടെങ്കിലും ആദ്യം മുതലേ ഈ സ്ത്രീയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, അവൻ എന്ത് ചോദിച്ചാലും പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കില്ല. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു പോവാണ്. ഗർഭിണി എന്ന് പറഞ്ഞ പോലെ പൂർണ്ണ ഗർഭിണിയായിട്ടുണ്ട് അവള്. ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തോ ഒരു ക്ഷീണം വന്ന് കട്ടിൽ പോയിട്ട് കിടക്കുന്നുണ്ട്. അതേ നേരം തന്നെ വല്ലാത്തൊരു പ്രസവ വേദന വരുന്നുണ്ട്. അവളെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വിധത്തിൽ ഈ സ്ത്രീ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് പതിയെ കരഞ്ഞു നടന്ന് അവസാനം അവനെ പൂട്ടിയിട്ട് ആ റൂമുണ്ടല്ലോ, റൂമല്ല കൂട്, അതിന്റെ അടുത്തേക്ക് വന്നിട്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ആ കൂട് തുറന്നു കൊടുക്കുകയാണ്, സഹായിക്കണേന്ന് പറഞ്ഞിട്ട്. എന്നാലുണ്ടല്ലോ സ്കോട്ട് ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കുറെ കാലം ഈ കൂട്ടിന്റെ ഉള്ളിൽ അങ്ങനെ നിന്ന് അവസാനം ആ ഒരു കൂടിനുള്ളിൽ അവന് എന്താ പറയാ അഡാപ്റ്റായി മാറിയിട്ടുണ്ട്. അതായത് അതിന്റെ സാഹചര്യത്തോട് അവൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഇത്രയും വലിയൊരു കുഴി അത്യാവശ്യം വിശാലമാണ്, അവിടെ അവന് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. എന്നാൽ ഈ കൂട്ടിൽ അവൻ അഡ്ജസ്റ്റ് ആയി. ആ സ്ത്രീ വിളിക്കുമ്പോഴും ആ കൂട്ടിന്റെ ഉള്ളിൽ നിന്നും അവന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ആ ഒരു മൈൻഡിലാണ്. പിന്നീട് ഇവരുടെ ആ ഒരു കരച്ചിൽ കേട്ട് പതിയെ അവൻ ആ ഒരു കൂട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് നട്ടെല്ലും നിവർത്തി അവനൊന്ന് നിൽക്കുന്നത് കേട്ടോ. അതേ നേരം തന്നെ അവളുടെ ആ ഒരു കരച്ചിൽ അത് കണ്ട് അവൾ ഉപദ്രവിക്കാനോ ഇട്ടിട്ട് പോവാനോ ഒന്നും അവന് തോന്നില്ല. ഇപ്പൊ സ്കോട്ട് ആ ഒരു സ്ത്രീയെ താങ്ങി പിടിച്ചുകൊണ്ട് നേരെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവനൊരു കാഴ്ച കാണാണ്. ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച. അതായത് ആ ഒരു കോണി ഉണ്ടല്ലോ, അതിന്റെ പാതി ഭാഗം മാത്രമേ ഇത്രയും ദിവസം അവിടെ ഉണ്ടായിട്ടുള്ളൂ. എന്ന് ഇപ്പൊ നോക്കുമ്പോൾ ആ കോണി അത് മുഴുവനായിട്ട് അവിടെ ഉണ്ട്. ഇവിടുന്ന് രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് പോകണോ അല്ലെങ്കിൽ ഈ സ്ത്രീയെ സഹായിക്കണോ? രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏത് ചെയ്യും? ഏത് ചൂസ് ചെയ്യും? അവന്റെ മൈൻഡ് ആകെ കൺഫ്യൂസ് ആയിട്ടുണ്ട്. ഇവളാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ താങ്ങി പിടിച്ചുകൊണ്ട് ആ സ്ത്രീയുമായിട്ട് ഉള്ളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ ആ ഒരു മൈൻഡ് മാറുന്നുണ്ട്. അവരെ അവിടെ താഴെ ഇടുകയാണ്. എന്നിട്ട് നേരെ ആ ഒരു ഗോവണിയുടെ അടുത്തേക്ക് അവൻ ഓടി ചെല്ലുന്ന സമയത്ത് ഈ സ്ത്രീ നിലത്ത് വീണില്ലേ, അപ്പൊ തന്നെ പ്രസവിച്ചു പോയിട്ടുണ്ട്. ആ കുഞ്ഞ് പുറത്തേക്ക് വന്നു. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപാട് രക്ഷപ്പെട്ടു പോകാൻ നിന്ന നമ്മുടെ സ്കോട്ടിന്റെ മൈൻഡ് മാറുകയാണ്. ആ കുഞ്ഞിന്റെ അരികിലേക്ക് പതിയെ അവൻ നടന്നു വരികയാണ്. ആ കുഞ്ഞിനെ കൈകളിലേക്ക് എടുക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു അച്ഛന്റെ വികാരം ഉണ്ടല്ലോ, അത് അവന്റെ ഉള്ളിൽ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. ഒരു വല്ലാത്തൊരു സന്തോഷം. രക്ഷപ്പെട്ടു പോകണം എന്നുള്ള ആ ഒരു മൈൻഡ് ഒന്നും ഇപ്പൊ ഇല്ല. എന്നാൽ അതേ നേരം തന്നെ കൂട്ടത്തിൽ കുറെ പിള്ളേരുണ്ടല്ലോ, അതിലൊരുത്തം വന്ന് ഒരു കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ ഒരൊറ്റ വരയിലാണ്. കഴുത്തു മുറിഞ്ഞ് ചോര വാർന്ന് അവിടെ വെച്ച് തന്നെ സ്കോട്ട് മരിക്കുന്നുണ്ട്. എന്തോന്നാ ഇത്? അവസാനം ഇവൻ രക്ഷപ്പെടും എന്നുള്ളൊരു ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പ്രതീക്ഷയും അസ്ഥാനത്താകുന്ന രീതിയിൽ അവൻ ഈ പിള്ളേര് തന്നെ കൊന്നിരിക്കുകയാണ്. അങ്ങനെ ഈ സംഭവം നടന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞു. സ്കോട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ചില വസ്ത്രങ്ങളൊക്കെ ധരിച്ചായിരുന്നല്ലോ, ആ വസ്ത്രങ്ങൾ ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അന്ന് ആ ഒരു ഇരുമ്പിന്റെ പെട്ടിയിൽ നിന്ന് സ്കോട്ടിനായിട്ട് ചില വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തില്ലേ, ആ പെട്ടിയിലേക്ക് ഈ വസ്ത്രങ്ങൾ നല്ല വൃത്തിയാക്കി മടക്കി എടുത്തു വെക്കുന്നുണ്ട്. അതായത് ഇനിയും സീഡിങ്ങിന് വേണ്ടി ആൾക്കാർ വരും, അവരെ ഇതുപോലെ തന്നെ സൽക്കരിക്കാൻ വേണ്ടി. ഇതേ നേരം തന്നെ കുഞ്ഞു കരയുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കരഞ്ഞപ്പോൾ വേഗം പോയിട്ട് ആ ലേഡി ആ കുഞ്ഞിനെ എടുക്കുകയാണ്. അവരുടെ താരാട്ട് പാട്ട് പാടിക്കൊണ്ട് ആ ഒരു കുഞ്ഞിനെ പതിയെ ഉറക്കുകയാണ്. അങ്ങനെ ആ ഒരു താരാട്ട് പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവസാനമായിട്ട് ഒരു തവണ കൂടെ ആ കുഴിയും ആ വീടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരിച്ച് ഒരുപാട് നാളായി പുഴുവായിരിക്കുന്ന സ്കോട്ടിന്റെ മൃതദേഹം അതും കൂടെ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എന്നാൽ എന്തിനാണ് ആക്ച്വലി ഇവർ ഈ ഒരു കാര്യം ചെയ്യുന്നത്? അത് തന്നെ ഇവരുടെ ഈ ഒരു ഫാമിലിയെ, പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഫാമിലിയെ കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർക്ക് ആവശ്യം ഒരു അച്ഛനെയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ആണിനെയോ ഒന്നുമല്ല, സീഡിങ്ങിന് വേണ്ടി ഒരാണ്, അത്രമാത്രം മതി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ അന്ന് ആ ഒരു ഷെഡിൽ ഒരു സ്ത്രീയെ, പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അത് ആരാണെന്ന് സ്കോട്ട് ചോദിച്ചപ്പോൾ ഇത് ഫസ്റ്റ് മദർ ആണെന്ന് ഈ ലേഡി പറഞ്ഞത്. അതിനർത്ഥം ഇവർക്ക് മുന്നേയും ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ ഈ കുഴിയിൽ ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്ലൈമാക്സിൽ നമ്മളെ കാണിക്കുന്നത്.
കാണിക്കുന്നത്. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു കൺസെപ്റ്റ്, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു ക്ലൈമാക്സ് ഒന്നുമല്ല. എന്നാലും ഞാൻ പറഞ്ഞല്ലോ വളരെ ഡിഫറെന്റ് ആണ് ഈ ഒരു സ്റ്റോറി. അതുപോലെ കുറച്ചു നേരം മൈൻഡിന് വളരെയധികം ഡിസ്റ്റർബൻസും ആണ്. അതായത് പാവം സ്കോട്ട്, അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, എന്ത് തെറ്റ് ചെയ്തിട്ടാ, എന്തെങ്കിലും വലിയ പാപം ചെയ്തിട്ടാണോ, ഒന്നുമല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണിച്ച് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ കഥയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചുമ്മാ കമന്റ് ബോക്സിൽ പറയാട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.